In this video, we discussed about model questions of reporter speech for competitive exams. Teacher asked the boys, "Where do you want to go?" ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ്, ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ്, "Where did he want to go?" Second, teacher asked the boys where they wanted to go. C. Teacher asked the boys where did they want to go. D. Teacher asked the boys where they wanted to go? Question mark. അതെന്തായാലും വരില്ല എന്ന് നമുക്കറിയാം. കാരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് എന്ത് കൊടുക്കണം? ഫുൾ സ്റ്റോപ്പാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഡി നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ് വെയർ ഡു യു വോണ്ട് ടു ഗോ? ടീച്ചർ ബോയ്സിനോട് ചോദിച്ചു. അപ്പോൾ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ്, സബ്ജക്റ്റ് ആരാ? ബോയ്സ് ആണ് അല്ലേ? അപ്പോൾ യു എന്ന് ചോദിക്കുമ്പോൾ ആ ബോയ്സ് എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ദേ കൊടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതും? ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ്. ഇനി എന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വെയർ ഉണ്ട്, അതെടുക്കാം. ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ് വെയർ. ഇനി സബ്ജക്റ്റ് എഴുതണം. എന്താണ് സബ്ജക്റ്റ്? ദേ. അപ്പോൾ വെയർ ദേ. ഇനി ഡു വോണ്ട് എന്ന് പറഞ്ഞാൽ വോണ്ട് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ V1 ആണ് വന്നിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ V2 ആകണം. അപ്പോൾ എന്ത് വരും? ആൻസർ എന്ത് വരും? wanted. Teacher asked the boys where they wanted to go. ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? B. Next question. She asked him, "Who are you?" There are 4 options. A. She asked him, "Who was he?" B. She asked him, "Who is he?" C. She asked him who he was. D. She asked him who he is. Question എന്താണ്? She asked him അല്ലേ? റിപ്പോർട്ട് ചെയ്യുമ്പോൾ she asked him. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ് ഇനി? ഹൂ ആർ യു? ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലേ? ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. നമ്മൾ എന്തെഴുതും? ഷീ ആസ്ക്ഡ് ഹിം ഹൂ. ഇനി എന്താണ്? സബ്ജക്റ്റ്. യു ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഷീ ആസ്ക്ഡ് ഹിം അല്ലേ? അവനോട്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കും? ഹൂ, ഹി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരാണ് തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് അല്ലേ? അത് ചേഞ്ച് ചെയ്ത് എന്താകും? വാസ്. അപ്പോൾ ഇവിടെ എങ്ങനെ ആൻസർ വരും? ഷീ ആസ്ക്ഡ് ഹിം ഹൂ ഹി വാസ്. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ആസ്ക്ഡ് മീ വൈ ഡിഡ്ന്റ് യു മീറ്റ് മീ? ഇവിടെ നെഗറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? വൈ ഡിഡ്ന്റ് യു മീറ്റ് മീ? ഫസ്റ്റ് ഓപ്ഷൻ, ഷീ ആസ്ക്ഡ് മീ വൈ ഐ ഹാഡിൻറ്റ് മെറ്റ് ഹർ. ബി. ഷീ ആസ്ക്ഡ് മീ വൈ ഹാഡിൻറ്റ് യു meet her. She asked me why I didn't meet her. She said to me why I hadn't meet her. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഷീ ആസ്ക്ഡ് മീ വൈ. ഓക്കെ, എന്നോട് ചോദിച്ചു വൈ ഡിഡ്ന്റ് യു മീറ്റ് മീ. അപ്പോൾ വൈ ക്വസ്റ്റ്യൻ വേർഡ് എഴുതി. ഇനി എന്താണ്? യു അല്ലേ? അപ്പോൾ ഷീ ആസ്ക്ഡ് ആരോടാണ് ചോദിച്ചത്? എന്നോടാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ എന്ത് വരണം? സബ്ജക്റ്റ് എന്താകും? ഐ അല്ലേ? അപ്പോൾ ഷീ ആസ്ക്ഡ് മീ വൈ ഐ. ഇനി ഡിഡിൻറ്റ് മീറ്റ് അല്ലേ? ഡിഡിൻറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് മെറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡിഡിൻറ്റ് എന്നുള്ളത് എന്താകും? ഹാഡിൻറ്റ്. അപ്പോൾ വൈ ഐ ഹാഡിൻറ്റ് മെറ്റ് ഹർ. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ്. Where is your parents? My friend asked me. Options. My friend asked me where was my parents. B. My friend asked me where my parents was. C. My friend asked me where my parents were. D. My friend asked me where were my parents. Which is the correct option?
ഏതാണ്? Question, where is your parents? My friend asked me. അപ്പോൾ my friend asked me where your parents അല്ലേ? your parents എന്താകും? my parents. my parents, parents എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പോൾ എന്ത് വരും? was വരുമോ where വരുമോ? where. അപ്പോൾ ആൻസർ, my friend asked me where my parents were. Which is the correct option? C. Ravi asked Seema, why are you so sad? Option. Ravi asked Seema, why was she so sad? B. Ravi asked Seema why she was so sad. C. Ravi asked Seema why she is so sad. D. Ravi asked Seema why you are sad. ആൻസർ എങ്ങനെ എഴുതാം? രവി ആസ്ഡ് സീമ വൈ, സബ്ജക്റ്റ് അല്ലേ, യു ആരോടാ ചോദിക്കുന്നത്? സീമയോടാണ്. അപ്പോൾ വൈ ഷീ വാസ് സോ സാഡ്. രവി ആസ്ഡ് സീമ വൈ ഷീ വാസ് സോ സാഡ്. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ബി. Look at the question. She asked me, when will you come back? Options ഏതൊക്കെയാണ്? She asked me, when would I come back? She asked me, when I would come back. She asked me, when will I come back? Fourth one, she asked me, when I will come back. Question, she asked me when. ഓക്കെ, അത്രയും നമുക്കറിയാം അല്ലേ? ഇനി എന്താ? വെൻ കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ് വരേണ്ടത്. യു ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ? ആരോടാ ചോദിച്ചേ? ഷി ആസ്ഡ് മീ ആണ്, എന്നോടാ ചോദിച്ചേ. അപ്പോൾ യു എന്താകും? ഐ ആകും. അപ്പോൾ ഷി ആസ്ഡ് മീ വെൻ ഐ. ഇനി എന്ത് വരണം? ഓക്സിലറി വെർബ് അല്ലേ? വില്ലാണ് വന്നേക്കുന്നത്. വില്ല് V1 ആണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ V2 ആകും. എന്ത് വരും? വെൻ ഐ വുഡ് കം ബാക്ക്. ഓക്കെ, ആൻസർ, ഷി ആസ്ഡ് മീ വെൻ ഐ വുഡ് കം ബാക്ക്. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? എ. ഹി ആസ്ഡ് മീ വെയർ ഡസ് ദ ടീച്ചർ ലിവ്. ഓപ്ഷൻസ്, ഹി ആസ്ഡ് മീ വെയർ ദ ടീച്ചർ ലിവ്. ബി. ഹി ആസ്ഡ് മീ വെയർ ലിവ്ഡ് ദ ടീച്ചർ. സി. ഹി ആസ്ഡ് മീ വെയർ ദ ടീച്ചർ ലിവ്ഡ്. ഡി. ഹി ആസ്ഡ് മീ വെയർ ഡിഡ് ദ ടീച്ചർ ലിവ്. Question, he asked me where does the teacher live. For he asked me where the teacher does live എന്ന് പറയുന്നത് lives അല്ലേ? V1 ആണ്. അത് എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും. അപ്പോൾ where the teacher lived. അപ്പോൾ ഏത് ആൻസറാണ് കറക്റ്റ്? He asked me where the teacher lived. Option C. He asked my son, where does he play? Options, he asked my son where he played. B. He asked my son where they played. C. He asked my son where did he play. D. He asked my son where he did play. അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? He asked my son where, സണ്ണിനോടാ ചോദിച്ചല്ലേ? അപ്പോൾ എന്താകും? ഹി ആകും. വെയർ ഹി ഡസ് പ്ലേ എന്ന് പറയുന്നത് പ്ലേസ് ആണ്. അപ്പോൾ അതെന്താകും? V2 ആകും. V2 എന്താണ്? പ്ലേഡ്. V2 എന്താണ്? പ്ലേഡ്. അപ്പോൾ വെയർ ഹി പ്ലേഡ്. ഹി ആസ്ക്ഡ് മൈ സൺ വെയർ ഹി പ്ലേഡ്. അപ്പോൾ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Where were you all the time? The father asked the daughter. Options, the father asked the daughter where she had been all the time. B. The father asked the daughter where she was all the time. C. The father asked the daughter where she has been all the time. D. The father asked the daughter where she were all the time. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം? The father asked the daughter where. ക്വസ്റ്റ്യൻ വേർഡ് വേർ ഉണ്ട് അല്ലേ? ഇനി സബ്ജക്റ്റ് എന്താണ്? ഇവിടെ യു ആണ്. ഷീ അതായത് മകളോട് ഫാദർ ചോദിക്കുവാണ്. അപ്പോൾ അതെന്താകും? യു എന്താകും? ഷീ ആകും. The father asked the daughter where she
ഇനി നമുക്ക് തന്നിരിക്കുന്നത് വെയർ, WER, വെയർ എന്ന ഓക്സിലറി വെർബ് മാത്രമാണ് അല്ലേ. അപ്പോൾ വെയർ എന്ന് പറയുന്നത് V2 ആണ്. അത് ചേഞ്ച് ചെയ്ത് എന്താകും, V2 ആണ് വരുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഹാഡ് അല്ലേ, ഹാഡ് വെയറിൻ്റെ V3 എന്ന് പറയുന്നത് ബീനാണ്. ഈസ്, ആം, ആർ, വാസ്, വെയർ. ഇതിൻ്റെ V3 എന്ന് പറയുന്നത് ബീൻ. അപ്പോൾ ഇവിടെ എന്ത് വരും, വെയർ ഷീ ഹാഡ് ബീൻ ഓൾ ദ ടൈം. Oh, answer. The father asked the daughter where she had been all the time. Option A. Correct answer. Option A ആണ്. The father asked the daughter where she had been all the time. Next question. He asked me, what are you doing? Options. He asked me, what was I doing? B. He asked me what I was doing. C. He asked me what he was doing. D. He asked me what was he doing. Question. He asked me. Subject me ആണല്ലേ, എന്നോടാണ്. What are you doing? അപ്പോൾ question word what, അടുത്തത് you എന്താകും, I ആകും അല്ലേ. അപ്പോൾ he asked me what I was doing. Answer. He asked me what I was doing. ഏത് ഓപ്ഷനാണ്, ബി. ഓപ്ഷൻ ബി. He asked me what I was doing. She said to him, why don't you go today? Options. A. She asked to him that why didn't he go today? B. She asked to him why didn't he go today? C. She asked him why he didn't go that day. D. She asked to him why he didn't go today. Question. She said to him, why don't you go today? അപ്പോൾ she said to him എന്നാണ് തന്നിരിക്കുന്നതെങ്കിലും എന്താണ്, ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ she asked him why. ഇനി സബ്ജക്റ്റ് ഏതാണ്, അവനോടല്ലേ ചോദിച്ചത്, ഹിം ആണ്. ഇവിടെ യു തന്നിട്ടുണ്ട്, അതെന്താകും, ഹി ആകും അല്ലേ. വൈ ഹി. ഇനി ഡോണ്ട് എന്താകും, ഡിഡിൻറ്റ്. വൈ ഹി ഡിഡിൻറ്റ് ഗോ ടുഡേ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വൈ ഡു യു ഗോ ടുഡേ എന്നാണ് ചോദിച്ചെങ്കിൽ അവിടെ ഡു മാത്രമാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതിയേനെ, അവിടെ നമുക്ക് V2 കൊടുക്കാം അല്ലേ, വെൻഡ് എന്ന് വന്നേനെ. പക്ഷേ ഇവിടെ ഡോണ്ട് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡോണ്ടിൻ്റെ V2 ആണ് കൊടുക്കുന്നത്, അതായത് ഡൂയുടെ V2 ചേർത്ത് എഴുതണം. അപ്പോൾ ഡിഡിൻറ്റ്. ഓക്കെ. വൈ ഹി ഡിഡിൻറ്റ് ഗോ ടുഡേ എന്താകും, ദാറ്റ് ഡേ. അപ്പോൾ ആൻസർ, ഷീ ആസ്ക്ഡ് ഹിം വൈ ഹി ഡിഡിൻറ്റ് ഗോ ദാറ്റ് ഡേ. ഓപ്ഷൻ സി. Next question. She asked him, how old are you? Options. A. She asked him how old he was. B. She asked him how old was. C. She asked him how old was he. D. She asked him how old was him. Question ഒന്നുകൂടെ നോക്കാം. She asked him how old are you? She asked him how old. ഇനി യു ആണ്, എന്താകും, ഹി അല്ലേ. ഹൗ ഓൾഡ് ഹി. ഹി വന്നാൽ അടുത്ത് വരുന്ന ഓക്സിലറി വെർബ് എന്ത് വരും, ഇവിടെ ആറാണ് തന്നേക്കുന്നത്, ആർ എന്തായിട്ട് മാറും, വാസ്. അപ്പോൾ ഹൗ ഓൾഡ് ഹി വാസ്. ഏത് ഓപ്ഷനാണ് കറക്റ്റ്, ഓപ്ഷൻ എ. ഷി ആസ്ക്ഡ് ഹിം ഹൗ ഓൾഡ് ഹി വാസ്. രാജു ആസ്ക്ഡ് വെയർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. ഓപ്ഷൻസ്. A. Raju asked where the bus stop was. B. Raju asked where was the bus stop. C. Raju asked where the bus stop is. D. Raju asked where the bus stop were. Raju asked where, subject ഏതാ, the bus stop അല്ലേ. where the bus stop is എന്താകും, was. Raju asked where the bus stop was. ആൻസർ ഏതാണ്, ഓപ്ഷൻ എ. What is the price of this mug? He said. Options.
A. He asked what the price of that mug was. B. He asked me what the price of that mug was. C. He asked what the price of this mug. D. He asked what was the price of that mug. Okay, question, what is the price of this mug? He said. അല്ലേ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ he asked what the price of that mug was. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. He asked what the price of that mug was. Anju said to Manu, which shirt did you wear? Options. A. Anju asked Manu which shirt he had worn. B. Anju asked Manu which shirt he did wear. C. Anju asked him which shirt he had worn. D. Anju asked Manu which shirt did he wear. എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അഞ്ജു ആസ്ഡ് മനു വിച്ച് ഷർട്ട്, ഇനി സബ്ജക്റ്റ് ഏതാ? മനു അല്ലേ, മനു ആയതുകൊണ്ട് ഇവിടെ എന്താകും? ഹി ആകും. അപ്പോൾ വിച്ച് ഷർട്ട് ഹി. ഇനി ഡിഡ് വെയർ, ഡിഡ് വെയർ എന്ന് പറഞ്ഞാൽ വോർ ആണ്, അപ്പോൾ അത് V2 ആണ്. നമുക്ക് എന്തറിയാം? V2 വന്നാൽ ഹാഡ് പ്ലസ് V3 വരും. അപ്പോൾ എങ്ങനെ എഴുതും? വിച്ച് ഷർട്ട് ഹി ഹാഡ് വോൺ. ആൻസർ ഓപ്ഷൻ എ. അഞ്ജു asked Manu which shirt he had worn. For more videos, please subscribe my channel.